ഹലോ, വെൽക്കം ബാക്ക്. സുഖമല്ലേ എല്ലാവർക്കും? നമ്മളിന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ചെയ്യണേ. കണ്ടില്ലേ, നല്ല എന്താ പറയുക, വായിൽ വെള്ളം ഊറുന്ന സെറ്റ് സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ എന്തായാലും കാണണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അത് ചൂടാവുന്ന സമയത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ഒരു ബേ ലീഫും കൂടി ചേർത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് ചൂടാക്കുക. എന്നതിന് ശേഷം വലിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒരു സവാളയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മഴ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും 2 പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5-6 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരും കേട്ടോ. അപ്പം തക്കാളിയൊക്കെ കണ്ടില്ലേ, നല്ലോണം നമ്മളിങ്ങനെ ഉടയ്ക്കുമ്പോൾ നല്ല ഉടഞ്ഞ് വരുന്ന പോലെ ആകും. ഈ ഒരു പരുവമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി, ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പം ഞാൻ സ്മിത്ത് ആൻഡ് ജോൺസൻ്റെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുകയാണെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ അങ്ങനെ ചേർക്കുന്ന. ഇങ്ങനെ സമയമില്ലാത്തവർക്കും പെട്ടെന്ന് പണി കഴിയാനൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അത് നന്നായിട്ടൊന്ന് പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. അതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/2 to 1/4 ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/2 to 1/4 കാശ്മീരി മുളക് പൊടി. ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്ന സമയത്തേക്ക് എന്താ പറയുക, ചിലതിന് ഭയങ്കര കളറായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ എടുക്കുമ്പം സൂക്ഷിച്ചെടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനമാണ് മസാല എന്ന് പറഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇത്രയും മസാല ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പച്ചക്കുത്ത് മാറണ വരെ ഒരു 10 സെക്കൻഡ് മതിയാവും. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരും. ആ സമയമാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കാം. അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കാം. അപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. ഇപ്പം ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലത്. ഇപ്പം ഞാൻ സാധാ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം ഇതിങ്ങനെ ഇരിക്കുമെങ്കിലും നല്ല സെറ്റ് റോസ്റ്റായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മൂടി വയ്ക്കുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാലും വിരോധമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് റോസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി തന്നെയാണ്. കാരണം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പം ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ തീ കൂട്ടി വയ്ക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫാക്കി എടുക്കാവുന്നതാണ്. അപ്പം അത്യാവശ്യം കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടും. പക്ഷേ എനിക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല മസാലയൊക്കെ നല്ല പെരണ്ട് നല്ല കിട്ടിലൻ റോസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസോ കെച്ചപ്പോ, ഈ ടൊമാറ്റോ സോസിൽ ചില്ലി സോസും കൂടെ മിക്സായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിസാൻ്റെ ഒരു സോസായിരുന്നു, അതിൻ്റെ പേര് മറന്നുപോയി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എന്തായാലും കമൻ്റ് ഇടണം, വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ.